മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. വിവിധ ജില്ലകളിൽ നിന്നായി 10 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മത്സരം കാണാനായി നിരവധി ഫുട്ബോൾ പ്രേമികളാണ് എത്തുന്നത്. കഴിഞ്ഞ 14 ദിവസങ്ങളിലായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 10 ടീമുകളാണ് മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചത്. കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 7ാമത് അമേരിക്കാസ് മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആദ്യ സെമി ഫൈനൽ റൗണ്ടിൽ കെൻസയെ പരാജയപ്പെടുത്തി ശാസ്തയും, രണ്ടാം സെമിയിൽ ഡ്രീംസിനെ പരാജയപ്പെടുത്തി SFS പാളയവും വിജയിച്ചു. पुरुषन सुपर सीनियर तमिलनाडु मेडिकल कॉलेज आगे पुरुषन सुपर सीनियर पहले ഏകപക്ഷീയമായ ഒരു ഗോൾ ടീം ശാസ്ത്ര ഈ മത്സരത്തിൽ ലീഡ് ചെയ്തു. രണ്ടാം സ്ഥാനം താമരശ്ശേരി ഏരിയ. ഞായറാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരത്തിൽ ശാസ്തയും SFS പാളയവും ഏറ്റുമുട്ടും. ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി വൈകിട്ട് 5-ന് സെന്റ് വിൻസെന്റ് കോളനി GHSS, ഓറഞ്ച് ഫുട്ബോൾ സ്കൂൾ ബേപ്പൂർ എന്നിവരുടെ പെൺകുട്ടികളുടെ ഫുട്ബോൾ പ്രദർശന മത്സരവും നടക്കും. സെമി ഫൈനൽ മത്സരാർത്ഥികളെ കറന്റ് മുംബൈ FC പ്ലെയർ TP രഹനേഷ്, അമേരിക്കാസ് വാട്ടർ സൊല്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ മുബാറക് കാക്കു, SFS ഉടമ K അക്ബർ എന്നിവർ പരിചയപ്പെടാൻ എത്തിയിരുന്നു. ഫൈനൽ മത്സര വിജയികൾക്ക് വിശിഷ്ട വ്യക്തികൾ ട്രോഫികൾ സമ്മാനിക്കും. ACV ന്യൂസ്, കോഴിക്കോട്.